ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഹാഷ് ബ്രൗൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങും ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി തൊലിച്ചെത്തിയിട്ട് ഇതേപോലെ ചീകിയെടുക്കുക. അതിനുശേഷം ഒരു സവാള തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് ഇതേപോലെ തന്നെ ചീകിയെടുക്കുക. ഇത് രണ്ടും ചീകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റിയെടുക്കുക. ഈ കൈകൊണ്ട് തന്നെ നല്ലോണം പിഴിഞ്ഞ് ഊറ്റിയെടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഊറ്റിയെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് കുഴഞ്ഞു വരുന്ന ഒരു പാകമാണ്. ആ പാകം വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കുക. അതിലേക്ക് കോൺഫ്ലോർ, കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഉരുളക്കിഴങ്ങ് മിക്സ് ആവാൻ ആവശ്യമായിട്ടുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. എരിയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരളവിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് അതിലേക്ക് നിറച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. എല്ലാതും ഇതേപോലെ തന്നെ ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാളോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് 2 ഭാഗവും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവണം. അതുവരെ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ടും ഈവനിങ് സ്നാക്സായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല സോസ് മയോനൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. ഇപ്പോൾ ഇത് നല്ലോണം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു.